CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പ്രധാന വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് തിരുത്തിച്ചതാണെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം, വെള്ളാപ്പള്ളിയോടുള്ള നിലപാട്, ശബരിമല കൊള്ളയിലെ പത്മകുമാറിനെതിരെ നടപടി വൈകിയത് എന്നിവയിൽ വിമർശനം മയപ്പെടുത്തി തയ്യാറാക്കിയ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നതിനെ തുടർന്ന് കടുപ്പിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPIM-നെ തിരുത്താൻ ഒരുങ്ങുകയാണ് അണികളും. ജനങ്ങളിൽ നിന്ന് അഭിപ്രായം കേൾക്കാൻ വേണ്ടി തയ്യാറാക്കിയ പുതുവഴി എന്ന വാട്സാപ്പ് ഇമെയിൽ സംവിധാനത്തിലേക്ക് വിമർശനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും പ്രവാഹം തുടരുകയാണ്. തെറ്റ് സംഭവിച്ചു, തിരുത്തി മുന്നോട്ട് പോകാം എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആഹ്വാനം അടിമുടി നടപ്പാക്കുകയാണ് പാർട്ടി. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്ത് സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 3 പ്രധാന തിരുത്തലുകൾ വരുത്തിയത് സംസ്ഥാന കമ്മിറ്റിയിലെ കടുത്ത വിമർശനത്തെ തുടർന്നാണ്. വെള്ളാപ്പള്ളിയോടുള്ള മയപ്പെട്ട സമീപനമാണ് ഒരു തിരുത്ത്. വെള്ളാപ്പള്ളിയോടുള്ള സമീപനത്തിൽ വീഴ്ച സംഭവിച്ചെന്നും നേരത്തെ തന്നെ തള്ളിപ്പറയേണ്ടതായിരുന്നുവെന്നും ചേർത്തു. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ A. പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ലെന്ന പ്രചാരണം തിരിച്ചടിയായി എന്നായിരുന്നു റിപ്പോർട്ടിൽ ആദ്യം. നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചെന്ന് തിരുത്തി. തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഗൗരവമായി പരാമർശിച്ചിരുന്നില്ല. ഇതിനെതിരെയും സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നു. മണ്ഡലം കമ്മിറ്റിയിൽ മഹാഭൂരിപക്ഷവും എതിരായിട്ടും ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് ഞെട്ടിച്ചെന്നായിരുന്നു അംഗങ്ങളുടെ അഭിപ്രായം. ഇതോടെ ശ്യാമളയെ മത്സരിപ്പിച്ചത് തെറ്റായി പോയെന്ന് അവലോകന റിപ്പോർട്ടിൽ CPIM ഏറ്റുപറഞ്ഞു. നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ട് ജനങ്ങൾക്ക് നൽകിയ പുതുവഴി എന്ന് പേരിട്ട വാട്സാപ്പ് ഇമെയിൽ അക്കൗണ്ടുകളിലേക്കും സന്ദേശപ്രവാഹമാണ്. മെസ്സേജുകളുടെ എണ്ണം 10,000 കടന്നതോടെ വാട്സാപ്പ് നമ്പർ വീണ്ടും വെരിഫൈ ചെയ്യാൻ മെറ്റ നിർദ്ദേശിച്ചു. ഇതോടെ പുതിയൊരു നമ്പർ കൂടി സംസ്ഥാന കമ്മിറ്റി നൽകി. ഇതിലും കടുത്ത വിമർശനങ്ങളും പരാതികളും അഭിപ്രായങ്ങളും സന്ദേശമായി വന്ന് നിറയുകയാണ്. തോൽവി പരിശോധിക്കാനുള്ള കീഴ്ഘടകങ്ങളുടെ യോഗങ്ങൾ തുടരുകയാണ്. MP രാജേഷിന്റെയും K. ശാന്തകുമാരിയുടെയും ശൈലി തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവിക്ക് കാരണമായെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. പാലക്കാട് മണ്ഡലത്തിൽ CPIM പ്രവർത്തനം നിർജീവമാണെന്നും അഭിപ്രായമുണ്ടായി. CPI-യിലും ജില്ലാതല അവലോകനം നടന്നു. ചാത്തന്നൂർ, കൊട്ടാരക്കര മണ്ഡലങ്ങളിൽ CPIM BJP നീക്കുപോക്കുണ്ടായെന്ന് CPI കൊല്ലം ജില്ലാ കൌൺസിലിൽ ആരോപണമുയർന്നു. R. രാജേന്ദ്രൻ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയാകാൻ പാടില്ലായിരുന്നുവെന്നും അത് BJPക്ക് കളമൊരുക്കാൻ സഹായകരമായെന്നുമാണ് വിമർശനം. ഇതിനിടെ CPI ആവശ്യപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ചർച്ച വേണ്ടെന്ന് CPIM തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കട്ടെയെന്നാണ് CPIM നിലപാട്. എന്നാൽ ഉപനേതാവ് സംബന്ധിച്ച് ഉടൻ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം CPI-യിൽ ശക്തമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.